Hello guys, welcome back to our YouTube channel. Hi with us. Guys, അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ ആണ്. ഇന്നത്തെ ഡേറ്റ് എന്തോ സ്ഥലത്ത് 27. എല്ലാവരും ഒഴുകി കെട്ടി സുന്ദരികളായിട്ടാണ് വന്നിരിക്കുന്നത്. ദയവായി തിരുവാതിരയുടെ വിദ്യാർത്ഥിനികൾ മൈക്കോയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഗൈസ്, അങ്ങനെ മേഘ വന്ന് ചേർന്നിരിക്കുകയാണ്. ഗൈസ് നോക്ക്, കാണീര് സാഞ്ചി നിന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചോട്. ആദ്യം ഇരിക്കുന്നുള്ളൂ. ഹൈ ഗൈസ്, നമ്മളൊക്കെ സിമ്പിൾ ആൻഡ് ഹംബിൾ. ഡാൻസ് ഒക്കെ ഇപ്പം തുടങ്ങുന്നതാണ്. പറയുന്നെങ്കിലും ഡാൻസ് ഒക്കെ നോക്കി കിടന്നിട്ട് ഗൈസ്, ഇവിടെ എല്ലാരും ഭയങ്കരമായ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. പിള്ളേർ മൊത്തം കണ്ടോ നിങ്ങൾ? മൊത്തം ആൾക്കാർ. നമ്മള് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം പിള്ളേര്. എങ്ങനെ എടുക്കും പിള്ളേരെ ഫോട്ടോ? ഭയങ്കര വെയിലടി, സെറ്റ് ആവത്തില്ല. അവിടെ നല്ല വെയിലുണ്ട്, ചിലപ്പോ ശരിയാവും. ഇവിടും കൂടി ഇട്ടാ ചിലപ്പോ ശരിയാവത്തില്ലേ? നമ്മൾ അന്ന് എടുത്ത പോസ്റ്റ് ഇന്ന് എടുത്താലാ? ഇവിടെ ഇന്ന് തന്നെ എടുക്കാം. ആ, ഇവിടെ പക്ഷെ പച്ചപ്പില്ല. എടുക്കാം, ഫോട്ടോ എടുക്കാം. ഗൈസ്, നമ്മൾ കോളേജിന്റെ വെളിയിലോട്ട് ഇറങ്ങി. പരിപാടിയൊക്കെ ഈ തവണ വെളിയിലാണ് ആദ്യമായിട്ട്, നമ്മളെ ലാസ്റ്റ് ഇയറിൽ. സാന്ദ്രയും അവളുമാരെല്ലാം ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളു. ചാർജ് ഇങ്ങനെ കത്തി കത്തി തീരുക ഫോണിന്റെ. ഓണമായിട്ട് എന്താണ് അമൃതയ്ക്ക് പറയാനുള്ളത്? പെട്ടെന്ന് ഓണം ആയിരുന്നെങ്കിൽ സദ്യ കഴിക്കാം, ഇതൊക്കെ തന്നെ. തിന്നണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പലവരുടെ വീട്ടിൽ പോയി തിന്നണം. ഗൈസ്, അവരെ കണ്ടു അവിടെ നിൽക്കുന്നത്. സാന്ദ്ര അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. ഗൈസ്, നമ്മൾ വെളിയിൽ വന്ന് നിൽക്കുവാണ്. സാധാരണ നമ്മളെങ്ങനെ വെളിയിൽ നിന്ന് ഇറക്കുന്നതല്ല. ഇന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഗൈസ്, സാധാരണ നമ്മളാണെങ്കിൽ ഗേറ്റിന്റെ അടുത്തോട്ട് വരുമ്പോ തന്നെ സെക്യൂരിറ്റി മാമ ചോദിക്കും, എവിടെ പോകണം, എന്ത് പരിപാടി, എന്തിനാ ഇറങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. ഇറക്കി വിടുന്നതേ അല്ല. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പം ഇറക്കി വിട്ട് ഇവിടെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആ അപ്പൂന്റെ മുഖത്തോട്ട് ഞാൻ നോക്കിയപ്പോ അപ്പൂ മൈൻഡൊന്നും ചെയ്തില്ല. നൈസിന് ഞാനും ഇറങ്ങി, ഒന്നും പറയുന്നില്ല. അപ്പൊ നോക്കിയപ്പോ എന്തോ പിള്ളേരെല്ലാം വെളിയിൽ നിൽക്കുക. എന്തോ പുറത്തിറക്കി നിർത്തുന്നുണ്ട് ഈ പ്രാവശ്യം. എന്താണെന്ന് അറിയത്തില്ല. എന്ത് പരിപാടി വന്നാലും നമ്മളെ ഗേറ്റിന് വെളിയോട്ട് ഇറക്കാത്തതാണ്. ഒരു തരം ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോ ഞങ്ങൾക്ക് ഒരു ട്രോമയായിരുന്നു. ജയിൽ കണക്കായിരുന്നു പരിപാടി. വിടുവോ ഇല്ലയോ എന്നുള്ളത്. ഗൈസ്,
പരിപാടിയൊക്കെ ഇങ്ങനെ എത്താറായി. നമ്മുടെ അല്ല നമ്മുടെ അല്ല, എന്നാലും നമുക്ക് പോയി കാണാം. നമുക്കുണ്ടോ തമ്പോലമാണ് കൈ? നമുക്കും ഉണ്ട് തമ്പോലം. പക്ഷെ ശിങ്കാരി മേളം ഇല്ലായിരുന്ന കുറച്ചും കൂടെ അടിപൊളി. മറ്റേ ചെണ്ടയുടെ ഇത് മറ്റേ ഡ്രം കണക്കത്തെ സാധനം. അങ്ങനൊക്കെ പറയാ. അയ്യോ ഗൈസ് ചക്കി ഒറ്റയ്ക്ക് ഇരുന്ന് നാരകവെള്ളവും കട്ട്ലേറ്റ് കഴിക്കുന്നു. അല്ലേ നമുക്കൊന്നും തന്നില്ല. വിശക്കുന്നു ഗൈസ്. അവിടെ ഒന്നും വാങ്ങിച്ചു തരത്തില്ല ഞങ്ങൾക്ക്. വേണ്ടിടേക്ക് പോരാൻ തിന്നടി തിന്ന നീ. ചിന്താവിഷ്ടയ ശ്യാമള ലേഡി. അതെ, നമ്മളെന്താ കൂടെ ആലോചിക്കണം. നമ്മള് എന്ത് വീഡിയോ എടുക്കാം. അതാ, അല്ലെങ്കിൽ അടുത്ത് എന്ത് തിന്നാം. ബിരിയാണി എങ്ങനെ വാങ്ങിക്കാമെന്ന് ആയിരിക്കും ആലോചിക്കുന്നത് അല്ലേ? നേരത്തെ 50 രൂപ ഷെയർ ഇടുന്നത് വരുന്നുണ്ടല്ലേ? ആരാ അവള്? 50 രൂപ ചോദിച്ചോണ്ട് വന്നടി. സ്റ്റൈൽ നോക്കും. നക്കി തുടച്ചെടുത്തിട്ട് കഴിഞ്ഞു. ഗൈസ് എല്ലാവർക്കും നമ്മൾ ഫോട്ടോ എടുത്ത് അവസാനം നമ്മൾ രണ്ടുപേരും ഒരു ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഉള്ള ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ? അമൃതയെ കാണാൻ കൊള്ളാമോ ഗൈസ്? കമന്റ് ചെയ്യുക. ദിവ്യ കാണാൻ കൊള്ളാമോ ഗൈസ്? മേഘ കാണാൻ കൊള്ളത്തില്ല അല്ലേ? പാവം എന്റെ കൊച്ചു എല്ലാവർക്കും ഫോട്ടോ എടുത്ത് തളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് ചക്കി. സീറോ വേസ്റ്റ് ക്യാമ്പസ്. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നു.
ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ നീ ഉണ്ടായിരുന്നു. ഞങ്ങളുണ്ട്, ഞങ്ങൾ എല്ലാവരും. ആ എന്നിട്ട് പോയി കണ്ട അത്തപ്പൂക്കളം പോയി കണ്ട തേങ്ങയുണ്ട്. ആ നീ പറ എന്നിട്ട് പറ. ഓണമൊക്കെയല്ലേ ഇങ്ങനെയൊക്കെ. ഞാൻ എങ്ങനെയുണ്ട്? കൊള്ളാം, സുന്ദരിയായി. ഗൈസ് സാന്ദ്രയുടെ മുല്ലപ്പൂക്ക് പാടി തുടങ്ങി. ഗൈസ് സാന്ദ്രയുടെ അമ്മയും ഭയങ്കര സാധനമാണെന്ന് തോന്നുന്നു. നിന്റെ മുല്ലപ്പൂ പാടിയിരിക്കുന്നല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷം ഗൈസ്. അവിടെ നല്ലോണം പാടി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോവുകയാണ്. നമ്മൾ എല്ലാവരും ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. ഇവര് വരും, ഞാനും വരുമായിരിക്കും. ഇനിയുള്ള തമ്പോലമൊക്കെ. നമ്മൾ എവിടെയാ പോണേ? എന്ത് തിന്നാനാ പോണേ? നമ്മൾ നൂഡിൽസ് തിന്നാനാണ് പോകുന്നത്. സ്പോൺസർ ആരാ? ഞാൻ എന്നെ ഊറ്റുവാണ് ഗൈസ് ഇവര്. ഇതെല്ലാം അവൾ കണക്കെഴുതി 5ന്റെ പൈസ വരെ തിരിച്ചു മേടിക്കുന്നതാണ്. അതെ അതെ, മരത്തിൽ നിന്ന് വെറുതെ കിട്ടുന്നതല്ലല്ലോ പണം. അതെ അതെ ഗൈസ്, നമ്മൾ ലക്ഷ്മി ബേക്കേഴ്സിന്റെ പുതിയ കടയിലാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങളെല്ലാരും പറ, പെട്ടെന്ന് സീറ്റ് പിടിച്ചോളൂ. ഗൈസ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒട്ടും സ്ഥലമില്ല. ഓണപരിപാടി ആയിട്ട് പിള്ളേരെല്ലാം കഴിക്കാനായിട്ട് വന്നു. നല്ല ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. അതേപോലെ തന്നെ ഫോട്ടോ സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ. കൊള്ളാല്ലേ സാന്ദ്രി? നല്ല അടിപൊളി സ്ഥലം. ഭയങ്കര ആംബിയൻസ് ഉണ്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ. അത് നല്ല ക്രിസ്ത്യൻ, നല്ല കുലുങ്ങുന്ന ക്രിസ്ത്യൻ, കുതിച്ചു പൊങ്ങുന്ന ക്രിസ്ത്യനൊക്കെ. അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഗൈസ് ദേവാംഗനെ ആർച്ചയും ഭയങ്കരമായിട്ട് മെനു ഒക്കെ ഇരുന്ന് നോക്കുന്നുണ്ട്. നമ്മളിപ്പോ എന്തോ വെയിറ്റ് ചെയ്തിരിക്കുന്ന? നമ്മളിപ്പം മൊഹിത്തോ ആണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തോന്ന് അറിയുന്നില്ല. ഇന്ന് ദിവ്യയോട് നിൽക്കും പാത്രം കഴുകാനായിട്ട്. എന്റെ ബഡ്ജറ്റ് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ റിച്ച്. ബാക്കി എല്ലാം എന്നെ ഇഷ്ടമാ. സാന്ദ്രി ഇവിടെ ബാങ്ക് ബാലൻസ് ഒക്കെ പറഞ്ഞ് കളിയാക്കുന്നടി. ഇവിടെ ബാങ്ക് ബാലൻസ് ഒക്കെ പറഞ്ഞ് കളിയാക്കുന്നു. പറഞ്ഞോട് സാന്ദ്രി നമ്മള് റിച്ച് ആണെന്ന്. ഭയങ്കര റിച്ചാ. എനിക്ക് പറ്റില്ല, എനിക്ക് വീട്ടിൽ പോയി. എനിക്ക് ഇങ്ങനത്തെ ആളുകളുടെ കൂടെ തിന്നണ്ട. ഗൈസ് ഇവളുമാരുടെ മുന്നെയാണ് ഞാനും സാന്ദ്രയും ദിവ്യ ഓർഡർ ചെയ്തത്. നമ്മളെ സാധനം വന്നില്ല, അവളുമാർക്ക് നേരത്തെ കൊണ്ട് കൊടുത്തു. ഗൈസ് നമ്മുടെ സാധനങ്ങളെല്ലാം വന്നു. ഗൈസ് ഇവിടെ തിരിഞ്ഞും മറിഞ്ഞും അറഞ്ഞും പുറിഞ്ഞും കുടിച്ചോണ്ടിരിക്കുകയാണ് ഉള്ളമാരെല്ലാം. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഗൈസ് ഇവിളുമാര് മാത്രമേ ഇറങ്ങി വന്നുള്ളൂ, അവളുമാരൊന്നും വന്നില്ല. അവളുമാരൊക്കെ തോണ്ടി അവിടെ നിക്കുന്നതേ ഉള്ളു. ദേവാംഗനെയൊക്കെ അവളുമാരെല്ലാരും വന്നു. നമ്മൾ നമ്മുടെ കോളേജിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഇപ്പം തമ്പോലം വന്നതേ ഉള്ളൂ. സമയം എത്ര മണിയായി? 3:45. വന്നേ ഉള്ളൂ, എന്തോ എനിക്കറിയത്തില്ല. കുറച്ചു നേരമായി കാണും വന്നിട്ട്.
നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയ സമയത്തൊന്നും സംഭവം ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഒരു പാട്ട് പാട്. പോയി തിരുവാതിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോട പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂതാലിക്കൊയിലേ മാവേലി തമ്പ്രാൻ വരവയാൽ ചൊല്ല് തിരുവാതിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോട പാട്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതെ, അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.